നമസ്കാരം. ഇത്രയും പേരായി കഴിഞ്ഞു. ഞാൻ വാർത്ത തുടങ്ങുമ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. കൊള്ളാലോ, എല്ലാവരും രാവിലെ എത്തി. നോമ്പൊക്കെ എല്ലാവരും പിടിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും നോമ്പിലാണ്. മോനെ നോമ്പുണ്ടോ രാവിലെ? നോമ്പെടുത്തിട്ടുണ്ട്. അത് ശരി. ഈ വലിയ പള്ളിക്ക് ഒരുപാട് ചരിത്രം ഉണ്ടെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അല്ലേ? ഇപ്പൊ എത്ര കാലമായിട്ടുണ്ട്? 3.5 നൂറ്റാണ്ട് പഴക്കമുണ്ട്. 350 വർഷം പഴക്കമുള്ള പള്ളിയാണെന്നാണ് പറയുന്നത്. 350 വർഷത്തിലധികം ഉണ്ടാവും അല്ലേ? മൊത്തത്തിൽ എങ്ങനെയാ എല്ലാവരും ജീവിതമൊക്കെ വളരെ ഹാപ്പിയാണ് അല്ലേ? വലിയങ്ങാടിയില് വളരെ ഹാപ്പിയാണ്. ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടോ മലപ്പുറത്ത്? ഇല്ല. അനിശ്ചിതത്വം ഏകദേശം തീരുമാനമായി മലപ്പുറത്തിന്റെ കാര്യത്തിൽ. അങ്ങനെയാണോ? തീർച്ചയായിട്ടും ആണ് അല്ലേ? കൈ എന്ത് പറ്റി? ചെറിയ പൊള്ളിയൊന്നും. ഓക്കെ. അപ്പൊ നമുക്കേ ഒന്ന് ചേർന്ന് നിൽക്കാം ഇങ്ങോട്ട്. അപ്പൊ ഇത്രയും പേര് ഒരുമിച്ച് നിന്നാണ്. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് ഭയന്നു. ഇത്രയും പേര് ഞാൻ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരും വന്നു. താങ്ക് യു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മലപ്പുറത്തെ നിവാസികൾക്കുള്ള സ്നേഹം അറിയിക്കുന്നു. വലിയങ്ങാടി പള്ളിയിൽ വലിയങ്ങാടിയിലുള്ള മനുഷ്യരാണ് നമുക്കൊപ്പം ഉള്ളത്. നമുക്ക് അവരുമായിട്ടൊക്കെ അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ഈ പള്ളിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആരായിരിക്കും ഉണ്ടാവുക ഇവിടെ ഈ കൂട്ടത്തിൽ? 3.5 പതിറ്റാണ്ട് 350 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. ഉണ്ട് അല്ലേ? എന്താ പേര്? നമ്മുടെ സെയ്ദലവി. വലിയ ചരിത്രമുള്ളൊരു പള്ളിയാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? പഴയ കാലത്ത് ഒരു യുദ്ധം നടന്നതായിട്ടും അതിൽ കുറെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടും ഒക്കെ കേട്ടു. ഏത് പണ്ട് കാലത്താണ് അല്ലേ? പണ്ട് ഇവിടെ ഇത് പുല്ലുമേഞ്ഞ വീടുകളായിരുന്നു അല്ലേ? പിന്നീടാണത് മാറിയത് അല്ലേ? ആരുടെ? പാർലമെന്റിന്റെ ഭരണകാലത്താണ് ഇത് വരുന്നത്. ആക്രമണം നടക്കുന്നത് അപ്പോഴാണോ? ആണ് അല്ലേ? പിന്നീട് പള്ളി പരിഷ്കരിച്ചു അല്ലേ? പുതുക്കി. എനിക്കൊന്ന് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ്. പഴയ പള്ളിയാണ്. പിന്നുള്ളത് പൊന്നാനിയിലെ പള്ളിയാണ് അല്ലേ? അത്രയും പഴക്കമുള്ള പള്ളിയാണ്. അത്രയും അധികം ആളുകൾ അല്ലേ? എത്ര തലമുറകൾ ഉണ്ടാവും. ഇപ്പൊ എത്ര വർഷം ഇവിടെ ഈ നാട്ടിൽ താമസിച്ചു തുടങ്ങിയിട്ട്? എല്ലാവരും എനിക്കൊന്നും ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ? എല്ലാവരും ഇവിടെ തന്നെ. എല്ലാവരും വളരെ സ്നേഹ സൗഹൃദത്തിൽ താമസിക്കുന്നു. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ഒരു പ്രദേശത്തുണ്ട് അല്ലേ? അങ്ങനെ വളരെ മതസൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് കൗതുകരമായ കാര്യമാണ്. എല്ലാവരും ഇതിനകത്ത് നോമ്പെടുക്കുന്നവരായിരിക്കും അല്ലേ? എല്ലാവരും തന്നെ നോമ്പെടുത്ത് നിൽക്കുന്നവരാണ്. രാവിലെ നോമ്പൊക്കെ എടുത്തു. രാവിലെ എത്ര മണിക്ക് എണീക്കും? 3:30 എണീറ്റ് ചെറിയ ഭക്ഷണം കഴിച്ച് പിന്നീട് നോമ്പ് പിടിച്ചു തുടങ്ങും അല്ലെ? പിന്നെ വൈകുന്നേരം 6:30 വരെ വെള്ളമില്ല, ഭക്ഷണമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഞങ്ങൾ പറയുന്നു. ഇന്ന് ഓശാന ഞായറും കൂടിയാണ്. മറ്റൊരു മതവിഭാഗത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ മൊത്തത്തിലൊരു വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒരു കാലമാണ്. പക്ഷേ എങ്കിലും സമാധാനത്തിൻ്റെ വാർത്തയല്ല പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ വാർത്ത വരുന്നു. രാഷ്ട്രീയ വാർത്ത, ഈ വാർത്തകളൊക്കെ ശ്രദ്ധിക്കാറില്ലേ? ഉണ്ടോ? എന്താ അവസ്ഥ നമ്മുടെ നാട്ടിൽ? മലപ്പുറത്ത് സാധാരണഗതിയിൽ ഒരു വിഭാഗം പാർട്ടിയാണ് ജയിച്ചു പോലെ. അതെ, UDFന്റെ കോട്ടയെന്നാണ് പൊതുവെ പറയുന്നത്. പൊന്നാപുരം കോട്ട എന്നൊരു പ്രയോഗം വരുന്നത് മലപ്പുറത്തിലാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടല്ലോ, ഈ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണത്. അതിൽ BJPക്കെതിരെ നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന, ED പേടിയില്ലാത്ത ആൾ ജയിക്കണമെന്നാണ് മലപ്പുറത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഈ പ്രാവശ്യമെങ്കിലും ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം അങ്ങനൊരു നിലപാടുണ്ടോ മലപ്പുറത്തിന്? അങ്ങനത്തെ ഒരു നിലപാടൊന്നും മലപ്പുറത്തുകാർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാല് മർദ്ദിത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും ഒരേപോലെ സംസാരിക്കുന്ന ഇടിമുഴക്കമാണ് ഇടി. തീർച്ചയായിട്ടും അതാണല്ലോ. അങ്ങനത്തെ ഒരാളാണ് പാർലമെന്റിൽ എത്തേണ്ടത്. യുവഗർജനം വേണമോ ഇടിമുഴക്കം വേണോ എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും അതാണ്. ഇടിമുഴക്കം വേണം. ഓക്കെ. അപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എത്ര കാലമായി ഇവിടെ ഉണ്ട് നാട്ടിൽ? ബിസിനസ് ആണോ? എന്താണ്? ശരി, ഇൻഷുറൻസ് കമ്പനി. നമ്മൾ പരസ്യം തന്നിട്ടുണ്ട്. അതിന്റെ റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുറത്തടിച്ചു തരും. എങ്ങനെയുണ്ട്? നന്നായി പോകുന്നു ഇൻഷുറൻസ് ഒക്കെ? ഈ കോവിഡിന് ശേഷം ഇൻഷുറൻസ് കൂടിയോ കുറഞ്ഞോ? അല്ല, അതൊരു നിർബന്ധിത ഇൻഷൂറാണുള്ള വാഹന ഇൻഷൂർ. അതാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. മൊത്തത്തിൽ എങ്ങനെ പോകുന്നു ബിസിനസ്? ഡള്ളാണോ അതോ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടോ? സാധാരണ രീതിയിൽ. നിങ്ങൾ ഈ നാട്ടുകാരാകുമ്പോൾ ഈ നാട്ടുകാരെ മുഴുവൻ ഇൻഷുർ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഇദ്ദേഹം ഇൻഷുർ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഈ സുഹൃത്ത് ബന്ധത്തെ ഇൻഷുറൻസിന് വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതാ ചോദ്യം. സാധാരണ നമ്മൾ വാഹന ഇൻഷുറൻസ്. ഓ, അത് ശരി. അപ്പൊ ഞാൻ വിട്ടു. അപ്പൊ സാധാരണ LIC കാരെയൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു ആദ്യം വലിയ സൗഹൃദമൊക്കെ തോന്നും. പെട്ടെന്ന് സൗഹൃദമൊക്കെ പറയും. ഇതിന് ഏറ്റവും അവസാനം ഒരു ചോദ്യം ചോദിക്കും, പോളിസിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം അല്ലേ? ആളുകളെ സമ്മർദ്ദത്തിലാക്കി ഇങ്ങോട്ട് വന്നവരത് ചെയ്തു. മാത്രമല്ല വാഹന ഇൻഷുറൻസ് നിർബന്ധമായതുകൊണ്ട് ഇങ്ങോട്ട് വന്നോളൂ. അപ്പൊ ആ ടെൻഷൻ ഇല്ല. മറ്റേ ഇൻഷുറൻസ് ഇല്ലല്ലോ, ചെയ്യലില്ല. പക്ഷെ താല്പര്യപ്പെട്ട് വന്നാൽ ചെയ്തു കൊടുക്കും. അത്രേ ഉള്ളൂ. ഓക്കെ. എന്ത് ചെയ്യുന്നു ഇവിടെ? ചെറിയ കച്ചവടമാണ്. എന്ത് കച്ചവടം? ഹോട്ടല്. അപ്പൊ നോമ്പ് കാലം ആകുമ്പോ പകലുണ്ടാവൂല അല്ലേ? വൈകുന്നേരം മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര മണിക്കൂർ കാണും? വൈകുന്നേരം 6 മണി വരെ. 6 മണിക്ക് തുടങ്ങും. നോമ്പെടുത്തിട്ടില്ലേ? നമ്മൾ ഈ മലപ്പുറത്ത് വരുമ്പോൾ ചില ഹോട്ടലുകളൊക്കെ ഈ റംസാൻ കാലത്ത് അടഞ്ഞു കിടക്കുമല്ലോ സ്വാഭാവികമായിട്ടും. മിക്കവാറും എല്ലാ ഹോട്ടലുകളും ചില ഹോട്ടലുകൾ തുറന്നിട്ടുണ്ടാവും. അത് മറ്റ് ചില യാത്രക്കാർക്കൊക്കെ വളരെ ഗുണകരവുമാണ്. പക്ഷെ എൻ്റെ ഒരു സംശയമുള്ളത്, ഈ സമയത്ത് നിങ്ങളുടെ കച്ചവടം മോശമാവൂലേ? അതായത് ഈ 1-1.5 മാസം കുറച്ച് കുറയും. 1.5 മാസം കുറയും അല്ലേ?
എന്ത് ചെയ്യുന്നു? ഞാൻ ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്യുന്നു. ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ രാവിലെ നോമ്പൊക്കെ പിടിച്ചു. അപ്പൊ ഈ സമയത്തിന് ഈ വെയിലത്താണ് പണിക്ക് പോകേണ്ടത് അല്ലേ? തൊണ്ടയൊക്കെ അടച്ചു, ജലദോഷത്തില്ല. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വലിയ പള്ളിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുമോ പൊതുവെ ആൾക്കാർ? രാഷ്ട്രീയ കാര്യം അങ്ങനെ സംസാരിക്കാറില്ല. ഇപ്പൊ പ്രായം കുറച്ച് കമ്മിയാണ്. പ്രായമായിട്ട് രാഷ്ട്രീയം പാടില്ലേ? അതുകൊള്ളാലോ. മറ്റേത് രാഷ്ട്രീയത്തിൽ തന്നെ ആയിരുന്നു. രാഷ്ട്രീയത്തിൽ തന്നെ ആയിരുന്നു. പാർട്ടി സജീവ പ്രവർത്തകരായിരുന്നു. സജീവ പ്രവർത്തകർ. ഇടതുപക്ഷമോ അതോ ഇടതുപക്ഷത്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ്. ഉറച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അന്നും ഇന്നും ഉറച്ച കമ്മ്യൂണിസ്റ്റ് ആണ്. പാർട്ടി മാറണമെന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനെ തോന്നിയില്ല. മലപ്പുറത്തൊക്കെ നിൽക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് മത്സരിക്കുന്നു. അപ്പൊ സ്ഥിരമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെടുമ്പോൾ നമ്മുടെ ഈ കളിക്കുന്ന സമയത്ത് ക്രിക്കറ്റൊക്കെ കളിക്കുന്നവരോ ഇനി എന്തിനാ കളിക്കുന്നത് ചോദിച്ചാൽ അപ്പുറത്തെ ടീമിലേക്ക് അല്ല, പരാജയം ഇല്ലല്ലോ. ഓരോ വർഷവും കൂടി വരികയാണല്ലോ വോട്ട്. അപ്പൊ പരാജയം ജയമല്ലേ? ഓരോ ഇലക്ഷനിലും വോട്ട് കൂടിയാ വരുന്നത്. ഈ റോഡിൽ കൂടെ നടക്കാൻ പറ്റാത്ത കാലം ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂടെ. അങ്ങനെ കാലം ഉണ്ടായിരുന്നു. 7 പേര് ജാഥ പോകാൻ പറ്റാത്തതുകൊണ്ട് തോണിയിൽ ജാഥ പോയ മലപ്പുറത്തിന് വേറൊരു ചരിത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെയല്ല, ഇപ്പൊ മാർക്സിസ്റ്റുകാർക്ക് ധൈര്യമായി എവിടെ നിൽക്കാം. അപ്പൊ ഞങ്ങൾ ജയിച്ചിരിക്കല്ലേ. മാർക്സിസ്റ്റിനെ കണ്ട മറ്റുള്ളവർക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുമോ? കുറച്ച് പേടിയുണ്ട്. അത് പഴയ കാലമല്ല, പുതിയ കാലം. പേടിയുണ്ടാവും. രാഷ്ട്രീയപരമായിട്ട് അന്നുമില്ല പേടി ഇല്ലേ? എന്താ കണ്ണൂരൊക്കെ നേരം പോലെ തന്ന മാതിരി തന്നെ ആൾക്കാരൊക്കെ പേടിക്കൂല. കണ്ണൂർ അവർക്ക് പേടി അല്ലേ? കണ്ണൂർ പേടിയുണ്ട്. പിന്നെ മലപ്പുറത്ത് പേടിയില്ല. മലപ്പുറത്ത് ചങ്കൂറ്റത്തോട് മലപ്പുറത്ത് വെള്ളം കാണൂല. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അതിനു മുമ്പ് ഞാൻ ഒരു വാർത്ത